ഇസ്തിജാബത്തുള്ള മാസമാണ്. അഅ്മാലുകൾക്ക് പ്രത്യേകം ഖബൂലുള്ള മാസമാണ്. നോമ്പിന് പ്രത്യേകം സുന്നത്തായ മാസമാണ് റജബ് മാസം. ആ റജബ് മാസത്തിലാണ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു ബഹുമാനമുള്ള സദസ്സിൽ ഈ പൊള്ളാച്ചി നാമൊക്കെ ഇവിടെ സമ്മേളിച്ചത് അല്ലാഹു നമുക്ക് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅ്മാലി അഫ്ളു യാ റസൂലല്ലാഹ്, അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ ഏതാണ് തങ്ങളെ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു, അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ, ടൈമായ ഉടനെ നമസ്കരിക്കുക എന്ന്. നിസ്കാരത്തിന്റെ ടൈമായാൽ പിന്നെ ഒട്ടും ഭിന്നിപ്പിക്കരുത്, ഉടൻ നമസ്കാരം നിർവഹിക്കുക. അത് അഅ്മാലുകളിൽ മഹത്വമുള്ള അമലാണ്. അത് മുഅ്മിനീങ്ങൾക്ക് വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈമാനില്ലാത്ത ആളുകൾക്ക് നമസ്കാരം എന്നുള്ളത് വലിയ ഭാരമാണ്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂഇല്ലാത്ത ഭക്തിയില്ലാത്ത ആളുകൾക്ക് നമസ്കാരം വലിയ ഭാരമാണ്. അപ്പോൾ നമസ്കാരം വലിയ ഭാരമായിട്ട് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ കുറഞ്ഞ ആളുകൾക്കുള്ള അടയാളമാണ്. നമസ്കരിക്കൽ വലിയ സന്തോഷമാണ്, നിസ്കാരത്തിൽ വലിയ ആവേശമാണ്, ഈമാൻ വലിയ പവറാണ്. അല്ലാഹു ഈമാൻ പവർ തരട്ടെ. അതുകൊണ്ട് നമസ്കാരം കൃത്യമായ പുരുഷന്മാരൊക്കെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, പള്ളിയിൽ നിന്ന് വാങ്ങി കേട്ടാൽ മുസ്ലിം പുരുഷന്മാർ പള്ളി പരിസരത്തുള്ളവർ അവർ പള്ളിയിൽ ജമാഅത്തിന് സംബന്ധിക്കുകയും സ്ത്രീകൾ മുസ്ലിം സഹോദരിമാർ അവരുടെ വീടുകളിൽ വെച്ച് കൃത്യമായി നിസ്കാരം നിർവഹിക്കുകയും അങ്ങനെ ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ നമ്മിൽ സംഭവിച്ച സർവ്വ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ചു. ഈ ഒരു തെറ്റ് ചെയ്യാത്തവർക്ക് പരിശുദ്ധ ശഅബാൻ മാസം നമ്മിലേക്ക് വരുമ്പോൾ, വരാൻ പോകുന്ന റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ആ റമദാൻ ഖുർആന്റെ വാർഷിക മാസമാണ്. ധാരാളം ഖുർആനിൽ സത്യമാറ്റങ്ങൾ തീർത്ത് നല്ല നിലക്ക് റമദാനെ സ്വീകരിച്ച് ആഖിറത്ത് സമ്പാദിക്കുന്ന നിലക്ക് ആ റമദാനെ ധന്യമാക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു വിദഅത്തിന്റെ ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ അല്ലാഹുവിന്റെ ദീനിന്റെ നെടുന്തൂണുകളായ മഹാന്മാരായ ഉലമാഅ്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. ആ പണ്ഡിതന്മാരുടെ നേതാക്കളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅുകളുടെ സയ്യിദന്മാരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ ഹഖായ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് സർവ്വ തിന്മകളിൽ നിന്നും വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ നോമ്പ് തന്നെ തഖ്വക്ക് വേണ്ടിയാണല്ലോ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് ഫർളാക്കിയത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ തഖ്വ ഇംതിസാലു അവ്വാമില്ലാഹി വജ്തിനാബുൽ നവാഹി, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങൾ മാറ്റിവെക്കുക. അതാണ് തഖ്വ. അല്ലാഹു നമ്മളോട് ലഹരി ഉപയോഗിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, പലിശയുമായി ഇടപെടാൻ പാടില്ല, അങ്ങനെ തുടങ്ങി ഗീബത്ത് പറയാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, ഫിത്ന ഉണ്ടാക്കാൻ പാടില്ല, ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല, ആലിമീങ്ങളെ ചീത്ത പറയാൻ പാടില്ല, ഒരാളെയും പ്രയാസപ്പെടുത്താൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ അരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത മുഴുവൻ കാര്യങ്ങളും നാം മാറ്റിവെക്കുക. ചെയ്യാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 5 വക്ത് കൃത്യമായി അനുസരിക്കുക, നോമ്പൊഴിക്കുക, ഹജ്ജിനും ഉംറയ്ക്കൊക്കെ സാധിക്കുന്നവരത് ചെയ്യുക, സകാത്ത് കൊടുക്കാൻ സമ്പത്തുള്ളവർ അത് കൊടുക്കുക, അതുപോലെ പാവങ്ങളെ സഹായിക്കുക, യതീമക്കളെ സംരക്ഷിക്കുക. അങ്ങനെ എല്ലാവർക്കും ഗുണം ചെയ്യുക, എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുക, ഖുർആൻ ഓതുക, ദിക്ർ ചെയ്യുക, സ്വലാത്ത് ചെയ്യുക, അങ്ങനെ എന്തെല്ലാം ഖൈറാത്തുകളുണ്ട് അത് മുഴുവൻ ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചു. ആ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ, വേണ്ടാത്ത കാര്യങ്ങൾ മാറ്റിവെച്ച് ഒരു മുത്തഖിയായി മരണം വരെ നമുക്ക് ജീവിക്കുകയും മരിക്കുന്ന സമയം ഈമാൻ നമ്മുടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തപസ്സുലായി കലിമ ചൊല്ലി പിരിയാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുക.
ഇനിയും ഭംഗിയായി ഇവിടെ നടക്കണം. ഈ മഹത്തായ പരിപാടി ഇവിടെ ഈ പ്രോഗ്രാം ഇവിടെ നടത്തി തരുന്ന നമ്മളെല്ലാം പറയപ്പെട്ട കുഞ്ചൻ അഷ്റഫ്, അതുപോലെ മറ്റും അവരുടെ കുടുംബത്തിനും അവരുടെ കൂട്ടുകാരും സലീം, ഇബ്രാഹിം, മുഹമ്മദ്, ഫാറൂഖ്, ഷാറുൽ ഹമീദ്, അക്ബർ അലി, അബ്ബാസ്, കാർത്തിക്, സൈനുൽ ഹമീദ്, ഹൈദർ അലി, എല്ലാവർക്കും വേണ്ടി രണ്ട് ലോകത്തും സന്തോഷം നൽകുന്നു. വാർത്താക്കൾ എത്തി കൊടുക്കുന്നു. മക്കളാണ് നമ്മളെ തീർപ്പ്